Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. എങ്ങനെയുണ്ട് മഴയൊക്കെ? മഴയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. അത് വായിച്ചു നോക്കി എല്ലാവർക്കും ക്ലിയർ ആയോ ആ ചാപ്റ്റർ? ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. Clear ആണ് മാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററിന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മൊഡ്യൂൾ 2-നകത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 1 ആണ് കേട്ടോ. മൊഡ്യൂൾ 2-നകത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത് ഫാർമസി കേട്ടോ. അപ്പൊ നമുക്കറിയാം അല്ലെ, ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താണ് ഫാർമസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മരുന്നുകളൊക്കെ വിതരണം ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ഫാർമസി എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞപ്പോ ഏതിനകത്താണ് ഫാർമസി വന്നത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണോ, അതോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലാണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണോ വന്നത്? ഫാർമസി ഏതിനകത്താ വന്നത്? ഒന്നാലോചിച്ച് പറഞ്ഞേ. ഏത് ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ പഠിച്ചത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണോ, അതോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലാണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണോ? ഇതിലാണ് നമ്മൾ പഠിച്ചത്. ആർക്കും അറിയില്ല? അയ്യോ, അത് മോശമായി പോയല്ലോ. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതല്ലേ? ഏതിനകത്താ വരുന്നത്? തെറ്റിപ്പോയി. മെഡിക്കൽ അല്ല, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്തല്ലേ നമ്മൾ പഠിച്ചത്. നമ്മുടെ 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ തന്നെ 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളും 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളും ആണ് നമ്മൾ അതിനകത്ത് പഠിച്ചത് അല്ലെ. അതില് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഫാർമസി പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ആ ഫാർമസിയെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് one of the most important departments among several departments of a hospital അല്ലെ. നമുക്കറിയാലോ, നമ്മുടെ ഹോസ്പിറ്റൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലില് ഒരുപാട് സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ്, ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ വിച്ച് ഹാൻഡിൽസ് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി എന്നാണ് അവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It is defined as that department of a hospital which handles the procurement. എന്താണ് procurement എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സംഭരണം, സ്റ്റോറേജ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് എന്നാണ് അർത്ഥം കേട്ടോ. സംഭരിച്ചു വെക്കാം, അത് തന്നെ സ്റ്റോറേജ്. പിന്നെ കോമ്പൗണ്ടിങ്. എന്താണ് കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മിശ്രിതമാണ് അല്ലെ. അപ്പൊ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോസസ് ഓഫ് മിക്സിംഗ് ആണ് അല്ലെ. പ്രോസസ് ഓഫ് മിക്സിംഗ്, ആൾട്ടറിങ് ആൻഡ് പ്രിപ്പയറിംഗ് എ ഡ്രഗ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡ്രഗിലേക്ക് ഒരു മരുന്നിന് ആവശ്യമായിട്ടുള്ള കമ്പോണന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യുന്നു അല്ലെ. മിക്സ് ചെയ്യുന്നു, ആൾട്ടർ ചെയ്യുന്നു അല്ലെ. അതിൽ പല കമ്പോണന്റുകളിൽ നമ്മൾ റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യാണ്? പ്രിപ്പയറിംഗ് എ ഡ്രഗ് അല്ലെ. നമ്മളൊരു മരുന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കുകയാണ് അല്ലെ. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ്, ആൾട്ടറിങ് ആൻഡ് പ്രിപ്പയറിംഗ് എ ഡ്രഗ്. അതാണ് അവിടെ കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? ഡിസ്പെൻസിങ് അല്ലെ. മരുന്നുകളുടെ വിതരണം നടക്കുന്നുണ്ട്. പിന്നെന്താണ്? മാനുഫാക്ചറിങ് അല്ലെ. മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചിലത് നിർമ്മിക്കുന്നുണ്ട് അല്ലെ, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ടെസ്റ്റിംഗ് ഉണ്ട് അല്ലെ. അതായത് പരിശോധനകൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോ മരുന്ന് മാനുഫാക്ചർ ചെയ്താലും മറ്റേതെങ്കിലും സപ്ലൈസിൽ നിന്ന് നമ്മൾ മരുന്ന് വാങ്ങിയാലും ഉടനെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണോ ചെയ്യാം? അല്ല,
നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാ കണ്ടന്റുകളും ഓക്കെ അല്ലേ എന്നൊക്കെ അറിയാൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലെ. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പേഷ്യൻസിന് അത് കൊടുക്കുന്നുള്ളൂ ആണല്ലോ. ഓക്കെ, അപ്പൊ ടെസ്റ്റിങ്. പിന്നെന്താണ്, പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നു, then അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്ന ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്, ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് വായിക്കാം നമുക്ക്. ഹോസ്പിറ്റൽ ഫാർമസി is defined as that department of a hospital which handles procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. Okay ആണോ? അടുത്തത് കേട്ടോ. It is also related to education and research in pharmaceutical services. ഇനി ഫാർമസി എന്ന് പറയുമ്പോൾ അത് ഹോസ്പിറ്റലിലെ മരുന്ന് വിതരണം മാത്രമായിട്ട് ബന്ധപ്പെട്ട മേഖലയല്ല. പിന്നെ എന്തുകൂടെയാണ് ഫാർമസി ദാറ്റ് ഇസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അല്ലെ, വിദ്യാഭ്യാസവും ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് ഇത് ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് ധാരാളം ഫാർമസി കോഴ്സുകളുണ്ട്. ബി ഫാർമ കേട്ടിട്ടുണ്ടാവും, ബി ഫാർമ, ഫാം ഡി, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഫാർമസ്യൂട്ടിക്കൽ കോഴ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആയിട്ടും അതുപോലെ തന്നെ റിസർച്ച് ഗവേഷണവുമായിട്ട് ബന്ധമുണ്ട് അല്ലെ. നമ്മൾ പലതരത്തിലുള്ള റിസർച്ച് ട്രയൽസിലൂടെയാണ് പുതിയ പുതിയ മരുന്നുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതും അല്ലെ. അപ്പൊ നമ്മൾ കണ്ടെത്തുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിൽ ഫാർമസി എന്ന് പറയുന്നത് അത് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, വിദ്യാഭ്യാസവും ഗവേഷണവുമായിട്ടും എന്തുണ്ട്, ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്, എ ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഗവേൺഡ് ബൈ എ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് കേട്ടോ. അതുകൂടാണ്ട് ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് ആരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ, ഫാർമസിസ്റ്റ് അല്ലെ. ഏറ്റവും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും എന്ത് കൈകാര്യം ചെയ്യുന്നത്, ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അറിയാലോ. അടുത്തത് എന്താണ്, hospital pharmacists are accountable for the ordering, quality testing, storing and security of drugs and medicines in hospitals. They must also make sure an adequate supply of medicine. ഇതാണ് പറയുന്നത് ഒരു ഫാർമസിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തെ പറ്റിയാണ് അവിടെ പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഹീസ് അക്കൗണ്ടബിൾ ഫോർ ദ ഓർഡറിങ് അല്ലെ, മരുന്നുകൾ ഓർഡർ ചെയ്യാം അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ, സപ്ലൈസുകൾ ഓർഡർ ചെയ്യാം, ക്വാളിറ്റി ടെസ്റ്റിംഗ് അല്ലെ, കൃത്യമായിട്ട് അതിന്റെ ക്വാളിറ്റി പരിശോധിക്കാം, അതുപോലെ തന്നെ സ്റ്റോറിങ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. then security of drugs and medicine in hospital അല്ലെ, ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള മരുന്നുകള് മറ്റുള്ള മെഡിസിൻസുകൾ എല്ലാം തന്നെ വളരെ സുരക്ഷിതമാക്കുക അല്ലെ, സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്, ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, they must also make sure an adequate supply of medicine. അത് മാത്രമല്ല നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ആവശ്യത്തിനനുസരിച്ചുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുന്നതുമായി തന്നെയാണ് ഫാർമസിസ്റ്റ്. ഓക്കെ ആണോ? അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഫാർമസി എന്ന് പറഞ്ഞാല്, അതൊരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ഫാർമസി എന്ന് പറയുന്നത്. അവിടെ വെറും മരുന്ന് വിതരണം മാത്രമല്ല അവിടെ നടക്കുന്നത് അല്ലെ, മരുന്നുകളുടെ സ്റ്റോറേജ്, മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ഡിസ്പെൻസിങ്, ടെസ്റ്റിങ്, പാക്കേജിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഫാർമസി എന്ന് പറയുന്നത് അത് വിദ്യാഭ്യാസവും ഗവേഷണവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു ഫാർമസി ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടു ഫാർമസിസ്റ്റിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഓർഡർ കൊടുക്കുക, പർച്ചേസ് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ മരുന്നുകളുടെ ആ ഒരു സ്റ്റോറേജ് അത് വളരെ സുരക്ഷിതമാക്കുക, സെക്യൂർ ആയിട്ട് ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുക. ഇതൊക്കെ ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഫാർമസി എന്താന്നുള്ളത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ വെറും മരുന്ന് ഇങ്ങനെ കൊടുക്കുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ എന്താണ്, ബ്ലഡ് കൊടുക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെയാണ് കേട്ടോ ഫാർമസിക്ക് വരുന്നത്. അടുത്ത നോക്കാം നമുക്ക്. നെക്സ്റ്റ് എന്ത് പഠിക്കാനുള്ളത്, ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകള്, പ്രവർത്തനങ്ങള് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഓരോ പോയിന്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ.
ഓക്കെ, ഈ ഫങ്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ഏകദേശം പോയിന്റുകൾ കേൾക്കുമ്പോൾ ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ വെക്കാം കേട്ടോ. ഇതാണ് ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. എന്താണ് പറയുന്നത്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അല്ലെ, എന്താണ് ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്? നമ്മൾ പറയില്ലേ ഫോർകാസ്റ്റ് ഓഫ് വെദർ എന്നൊക്കെ പറയില്ലേ, കാലാവസ്ഥാ പ്രവചനം പറയാറില്ല എങ്ങനെ ഫോർകാസ്റ്റ്. അപ്പൊ ഫോർകാസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവചനമാണ് അല്ലെ. അപ്പൊ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ആശുപത്രിയിലെ രോഗികൾക്ക് അവരുടെ നീഡ്സിനെ നിറവേറ്റാൻ പാകത്തില് അല്ലെ, അവരുടെ ആവശ്യങ്ങളെ അവരുടെ റിക്വയർമെന്റ്സിനെ നിറവേറ്റുന്ന തരത്തില് കൃത്യമായിട്ട് മരുന്നുകളുടെ സ്റ്റോക്ക് ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എസ്റ്റിമേഷൻ ഒക്കെ നടത്താം അല്ലെ. അതായത് ഓരോ രോഗി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഹോസ്പിറ്റലിന്റെ മൊത്തത്തില് ആ ഒരു മരുന്നുകൾ, ഓരോ രോഗികളുടെ മരുന്നുകളുടെ റിക്വയർമെന്റ് എത്രത്തോളം ഉണ്ട് അല്ലെ, ഓരോ മരുന്നുകളും എത്ര അളവിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് എത്ര മരുന്നുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യണം എന്നതിനെ പറ്റി ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരിക്കണം അല്ലെ. അതാണ് ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. മരുന്നുകളുടെ ഡിമാൻഡിനെ പറ്റിയിട്ട്, അതായത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തില്, അവരുടെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തില് എത്ര അളവിൽ നമ്മൾ മരുന്നുകൾ ഉത്പാദിപ്പിക്കണം, അതിന്റെ മരുന്നുകൾ നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുക അല്ലെ. അതിന്റെ സ്റ്റോക്ക് ലെവൽ ഒക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് സപ്ലൈസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഡിമാൻഡുകൾ എത്രത്തോളം മരുന്നുകൾ ആവശ്യമായിട്ട് വരും, ആ ഒരു ഡിമാൻഡ് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് അവിടെ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊക്കെ ഫാർമസി ചെയ്യണം അല്ലെ, ഫാർമസി ചെയ്യണം. പിന്നെ പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം തന്നെയാണ്. എന്നുവെച്ചാൽ പേഷ്യൻസിന്റെ നീഡിനെ മീറ്റ് ചെയ്യാൻ പാകത്തിന് എന്താണ് മരുന്നുകളൊക്കെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുക, സപ്ലൈ ചെയ്യുക, അതൊക്കെയാണ് പ്രൊവിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ പർച്ചേസിങ്, എല്ലാ മരുന്നുകളും അവിടെ മാനുഫാക്ചർ ചെയ്യില്ല, ചില മരുന്നുകളൊക്കെ നമ്മൾ മറ്റുള്ള സപ്ലൈസിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളുടെ പർച്ചേസിങ്, റിസീവിങ്, മരുന്നുകൾ സ്വീകരിക്കുന്നു, ഇൻസ്പെക്ഷൻ അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ ക്വാളിറ്റി ടെസ്റ്റ് പറഞ്ഞില്ലേ, പരിശോധനകൾ അല്ലെ, പരിശോധനകൾ നടത്തണം, ക്വാളിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ മരുന്നുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, അത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുന്നു. ഇതൊക്കെ ആര് ചെയ്യണം? ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ? രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. ഇതാണ് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. ട്രസ്റ്റ് വർത്തി എന്ന് വെച്ചാൽ നല്ല വിശ്വാസ്യതയുള്ള, റിലയബിൾ ആയിട്ടുള്ള സപ്ലയേഴ്സിനെ തെരഞ്ഞെടുക്കാം അല്ലെ. പറഞ്ഞല്ലോ എല്ലാ മരുന്നുകളും മാനുഫാക്ചർ ചെയ്യില്ല, കുറെയൊക്കെ മരുന്നുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, സപ്ലയർമാരിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് അല്ലെ. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള, ഏറ്റവും വിശ്വസ്തരായ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സപ്ലൈസുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനിൽ വരുന്നുണ്ട്? ഫാർമസിയുടെ ഫംഗ്ഷനിൽ വരുന്നുണ്ട്. വെച്ചാൽ അത്രയും റിലയബിൾ ആയിട്ടുള്ള സപ്ലൈസിൽ നിന്ന് വാങ്ങുമ്പോഴേ നമുക്ക് സെക്യൂരിറ്റി ഉള്ളൂ അല്ലെ. കാര്യം മരുന്ന് എന്ന് പറയുമ്പോൾ അറിയാലോ, പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകളാണ്. അപ്പൊ അതിന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സപ്ലയറുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, അതേ അർത്ഥം തന്നെയാണ് കേട്ടോ. പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻ, അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള നീഡഡ് മെഡിസിൻസ്, ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഒരു എസ്റ്റിമേഷനും മറ്റുമൊക്കെ തയ്യാറാക്കുക. ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. ഓരോ മരുന്നുകളും എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റോക്ക് ലെവലൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് നീഡഡ് മെഡിസിൻസിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക, അതിന്റെ ഒരു കണക്കും കാര്യങ്ങളും മറ്റും തയ്യാറാക്കുക. പിന്നെ വരുന്ന പോയിന്റ് ഇതാണ്, കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. ഇതാണ് പറയുന്നത് കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡ്രഗ് റിയാക്ഷൻ. അതായത്
നമ്മുടെ ഈ മരുന്നുകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ്, പ്രത്യേകിച്ച് ആ മരുന്നുകളുടെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ് അല്ലെ, അതിന്റെ ആ ഒരു വിലയൊക്കെ എത്രത്തോളം ഉണ്ട്, അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ, എവിടെ നിന്നാണ് അത് സപ്ലൈ ചെയ്യുന്നത്, പിന്നെ ഡ്രഗ് റിയാക്ഷൻ. ഇപ്പൊ ഓരോ മരുന്നുകൾ എടുത്താലും അതിൻ്റെതായ ചില ഡ്രഗ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം റിയാക്ഷൻസ്, ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും കീപ്പ് ചെയ്യുക ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. അത് മരുന്ന് വിതരണം മാത്രമല്ല അല്ലെ, ആ മരുന്നുകളുടെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ് എത്രയാണ്, അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ, എവിടെ നിന്നാണ് അത് സപ്ലൈ ചെയ്യുന്നത്, പിന്നെ ആ മരുന്നിനുള്ള ഡ്രഗ് റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്. എന്താണ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്? നമ്മൾ വാങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്, മീൻസ് മെഡിസിൻസ്. ചിലത് നമ്മൾ നിർമ്മിക്കും, മാനുഫാക്ചർ ചെയ്യും, മറ്റു ചിലത് നമ്മൾ സപ്ലൈസ് ചെയ്യുന്നത് വാങ്ങും. അങ്ങനെ പർച്ചേസ് ചെയ്യപ്പെടുന്നതും നമ്മൾ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ മരുന്നുകളുടെയും ക്വാളിറ്റി കൺട്രോൾ ഉറപ്പാക്കുക. അതിന്റെ ക്വാളിറ്റി നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വരുന്ന മരുന്നുകളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അതാണ് അവിടെ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ മരുന്നും ഇപ്പൊ നമ്മൾ വാങ്ങിച്ച് മാനുഫാക്ചർ ചെയ്ത മരുന്നുകൾ വാങ്ങിച്ച എല്ലാ മരുന്നുകളും ചിലപ്പോൾ ഉപയോഗിക്കപ്പെടുന്നൊക്കെ ഉറപ്പില്ല. ചിലതിന് ചില പോരായ്മകളും മറ്റൊക്കെ ഉണ്ടാവും അല്ലെ. അത് നമ്മൾ പരിശോധനകൾ മറ്റും നടത്തുമ്പോഴാണ് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെയൊക്കെ അങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ റെക്ടിഫൈ ചെയ്യും. അതാണ് അവിടെ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്സ് കേട്ടോ. വാർഡുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്സ് കേട്ടോ. വാർഡുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുക. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ഓർ മെഡിസിൻസ് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ടു ഔട്ട് പേഷ്യൻസ് കേട്ടോ. ഔട്ട് പേഷ്യൻസിലേക്കുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുക അല്ലെ. ഇപ്പൊ വാർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻപേഷ്യൻസ് ആണ്. അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് മാത്രമല്ല, ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്ന ആളുകൾക്കും മരുന്ന് വിതരണം ഉറപ്പാക്കുക. പിന്നെന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഫാർമസി എന്താണ്, ആക്ട് ആസ് എ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ മരുന്നുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങളുടെ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ആക്ട് ചെയ്യുക അല്ലെ. ഫാർമസിയാണ് അവിടുത്തെ ഡ്രഗ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. സോ എന്താണ്, ആക്ട് ആസ് എ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെന്താണ്, സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. അത് കൂടാതെ മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക അല്ലെ. സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു പഠന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. അതും ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്, ഫാർമസിയുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ബ്രിങ് ഇൻ ദിസ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താണ്, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നാണ് പറയാ കേട്ടോ. അല്ലെങ്കിൽ BTC എന്നൊക്കെ പറയും, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയാം കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഫാർമസിയുടെ പ്രവർത്തനത്തിന് കൺട്രോൾ ചെയ്യുന്നതും ആ ഒരു ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. അതായത് ഈ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുണ്ട്. അപ്പൊ ഈ കമ്മിറ്റിയുടെ ശുപാർശകളെല്ലാം തന്നെ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്, ഫാർമസിക്കാണുള്ളത്. ക്ലിയർ ആയോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ബ്രിങ് ഇൻ ദിസ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകള്, അവരുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുക. അതൊരു ഫാർമസിയുടെ പ്രവർത്തനത്തിൽ വരുന്നതാണ്. അടുത്ത പോയിന്റ് നോക്കിയേ, പേഷ്യന്റ് കൗൺസിലിംഗ് അല്ലെ. പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുക. എന്തിനെ പറ്റിയുള്ള കൗൺസിലിംഗ്? മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടല്ലേ. നമ്മളിപ്പോ ഓരോ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിനതിൻ്റെതായ ചില സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, ഇനി അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടോ, അതിനെ പറ്റിയൊക്കെ എന്താണ് പേഷ്യൻസിന് എന്ത് കൊടുക്കണം, അവയർനെസ് കൊടുക്കണം. അതാണ് അവിടെ കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പേഷ്യന്റ് കൗൺസിലിംഗ്. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കി, കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. കീപ്പിംഗ് ലിസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേഷൻഷിപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. റിലേഷൻഷിപ്പ്
ബന്ധം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ കീപ്പിംഗ് ലിസ്റ്റ് ഓൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്, ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകള്, ഡോക്ടേഴ്സുകള്, നഴ്സസ്, പേഷ്യൻസ്, ഇതൊക്കെയിടയിൽ ഒരു നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുക എന്നതും ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? എല്ലാ പോയിന്റുകളും ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ഫാർമസിയുടെ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് അല്ലെ, അതായത് ആ ഒരു ആശുപത്രിയിലെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ആ മരുന്നുകളുടെ ആ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാം. അതുപോലെ പർച്ചേസിങ്, റിസീവിങ്, പിന്നെ സെലക്ഷൻ ഓഫ് റിലയബിൾ സപ്ലൈസിൽ വിശ്വാസ്യതയുള്ള സപ്ലൈസിനെ തെരഞ്ഞെടുക്കുക. അതുപോലെ നീഡഡ് മെഡിസിൻസിന്റെ എസ്റ്റിമേഷൻ തയ്യാറാക്കുക. അതിന്റെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ്, അതിന്റെ സപ്ലൈ, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ എന്നിവയെ പറ്റിയുള്ള ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുക. നമ്മൾ സപ്ലൈ ചെയ്യുന്നതും വാങ്ങുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതുമായ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക. വാർഡുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം, ഔട്ട് പേഷ്യൻസിനുള്ള മരുന്നുകളുടെ വിതരണം, ഹോസ്പിറ്റലിലെ ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക, ഡ്രഗ് യൂട്ടിലൈസേഷൻ പഠനത്തിനുള്ള ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക. പേഷ്യൻസിന് ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള കൗൺസിലിംഗ്, അവയർനെസ് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ നഴ്സിംഗ് പേഷ്യൻസിനിടയിൽ ഒരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കേട്ടോ. ഇത്രയാണ് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചോട്ടോ, ഒരു 1 മിനിറ്റ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് വായിക്കട്ടോ. ഓക്കെ, വായിച്ചോ? കുഴപ്പമില്ലല്ലോ. അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസിയാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി കേട്ടോ. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യങ്ങള്, അവരുടെ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പോയിന്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് മറ്റു ഫങ്ഷൻസുമായിട്ട് കുറച്ചൊക്കെ സിമിലാരിറ്റി ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: to make sure that the availability of right medication at the right time in the right dose at the minimum possible cost. To make sure that the availability of right medication at the right time in the right dose at the minimum possible cost. അതായത് മിനിമം പോസിബിൾ കോസ്റ്റില്, ഏറ്റവും പരമാവധി കുറഞ്ഞ ചെലവിന് ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അത് ഫാർമസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അല്ലെ. അതായത് മരുന്ന് വിതരണം എന്ന് പറയുമ്പോൾ അത് ശരിയായ രീതിയിൽ നടത്തണം അല്ലെ. അതെ, അതും ഏറ്റവും മിനിമം പോസിബിൾ കോസ്റ്റ് അല്ലെ, എന്ന് വെച്ചാൽ പേഷ്യൻസിന് ഏറ്റവും അഫോർഡബിൾ ആവുന്ന രീതിയിൽ അതും ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതൊരു ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സിൽ ഒന്നാണ്. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ: to professionalize the operation of pharmaceutical services in a hospital. അതായത് ഒരു ഹോസ്പിറ്റലിലുള്ള ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ ഉണ്ടല്ലോ, അതിനെ പ്രൊഫഷണലൈസ് ചെയ്യുക. പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് എന്താ പറയാ, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കിക്കൊണ്ട്, അതുപോലെ മരുന്നിന്റെ ഡിസ്പെൻസിങ് ആണെങ്കിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, അതിൽ പ്രത്യേക കൗണ്ടറുകളൊക്കെ ഉപയോഗപ്പെടുത്തി അതിനെ മാനേജ് ചെയ്യുക. അതുപോലെ ഫാർമസിയിൽ ഇപ്പൊ പേഷ്യൻസ് വരുന്ന സമയത്ത് അവർക്ക് ഇരിക്കാനും മറ്റുള്ളതിനുള്ള ഫിസിക്കൽ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളും സ്റ്റാഫുകളും ആണ് അവിടെ പ്രവർത്തിക്കുന്നത് ഉറപ്പാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ
ഇതിലൂടെ നമുക്ക് ആ ഒരു ഫാർമസി സേവനങ്ങളെ കുറേ കൂടെ പ്രൊഫഷണലൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. കുറേ കൂടെ നമുക്ക് എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രൊഫഷണാലിസം നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് ഒരു ഫാർമസി തോന്നിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാർമസി അല്ല, കുറേ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രൊഫഷണാലിസം കൊണ്ടുവരുന്ന രീതിയിൽ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഒരു ഫാർമസിയുടെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, to act as a counseling department for the medical staff, nurses and for patient on the use of drugs, possible after drugs, toxicity, hostile effect, drug interactions, etc. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ് മറ്റേ ഫംഗ്ഷനിൽ പറഞ്ഞില്ലേ, ആക്ടേഴ്സ് അല്ല പേഷ്യന്റ് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു പോയിന്റ് ആണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൂടെ പ്രവർത്തിക്കുക. ആർക്കൊക്കെ? ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, ഡോക്ടേഴ്സിന്, അതുപോലെ തന്നെ നഴ്സസിന്, പിന്നെ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, അവർക്ക് ഈ മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ട് അതിന്റെ ആഫ്റ്റർ ഇഫക്ട്, ചില നമുക്കറിയാം ഇംഗ്ലീഷ് മരുന്നുകളാണ്, എല്ലാ മരുന്നുകൾക്കും അതിൻ്റെതായ ചില എന്താ പറയാ ആഫ്റ്റർ ഇഫക്റ്റുകളും മറ്റും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആഫ്റ്റർ ഇഫക്റ്റുകള്, പിന്നെ ടോക്സിസിറ്റി, ഇതെല്ലാം ആഫ്റ്റർ ഇഫക്റ്റുകൾ. അങ്ങനെ ഹോസ്റ്റൈൽ ഇഫക്റ്റ്, ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേഞ്ചർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്നുള്ള അർത്ഥമാണ്. അതായത് വളരെ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഫക്റ്റുകൾ ഉണ്ടെങ്കിൽ, പിന്നെ ഡ്രഗ് ഇന്ററാക്ഷൻസ്, മരുന്നുകൾ മൂലമുണ്ടാകുന്ന ചില പ്രതിപ്രവർത്തനങ്ങൾ എന്നിവയെ പറ്റിയൊക്കെ മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും അവിടുത്തെ പേഷ്യൻസിനും എന്ത് കൊടുക്കാം? അറിവ് കൊടുക്കാം. അവർക്ക് അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നതും ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കിയേ, ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. സെയിം പോയിന്റ് ആണ് അല്ലെ, മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട്. അത് തന്നെയാണ് നമ്മൾ അവിടെ പറഞ്ഞൊരു പോയിന്റ്, ഏതാ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ആ പോയിന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ, മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെന്താണ്? ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ് അല്ലെ, ഗവേഷണ പ്രവർത്തനങ്ങളിൽ എന്താണ് പങ്കെടുക്കുക അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം പല ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ പുതിയ പുതിയ പല മരുന്നുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യും അല്ലെ. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് തന്നെ നമ്മൾ കോവിഡ് വാക്സിൻ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നു അല്ലെ. ഇത്തരത്തിലുള്ള ഒരുപാട് റിസർച്ചിലൂടെയാണ് നമ്മൾ അതൊക്കെ കണ്ടെത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റിസർച്ച് പ്രോജക്റ്റുകളുടെ ഒക്കെ ഭാഗമാവുക എന്നുള്ളത് ഫാർമസിയുടെ ലക്ഷ്യമാണ്. പിന്നെ പറയുന്നത് ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ പറഞ്ഞില്ലേ, ബ്രിങ്ങിങ് ഇൻ പ്രാക്ടീസ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. സെയിം പോയിന്റ് ആണ്. ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകൾ, അവരുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുക. കാര്യം അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി പ്രവർത്തിക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കിയേ, ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം, നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാൻ മറ്റുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും നല്ലപോലെ സഹകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക അല്ലെ. ഫാർമസി എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അവർക്ക് കണക്ഷൻ വരും അല്ലെ. ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് മുഴുവൻ ആവശ്യമായിട്ടുള്ള ഡ്രഗ്സും സപ്ലൈസും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? അവിടുത്തെ ഫാർമസിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക കേട്ടോ, സഹകരിച്ച് പ്രവർത്തിക്കാം. പിന്നെ പറയുന്നതാണ് ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഫാർമസി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെതായ ചില പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിലവിലുള്ള പോളിസികൾ, നയങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം പോളിസികളുമായിട്ട് ചേർന്നു പോകുന്ന രീതിയിൽ ഫാർമസികളുടെ പോളിസി പ്രൊസീജിയറുകളൊക്കെ ഡിസൈൻ ചെയ്യുക, അത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കുക കേട്ടോ. ഓക്കെ, ഏതൊരു ഡിപ്പാർട്ട്മെന്റിനും പ്രവർത്തിക്കാൻ അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ ലെറ്റാങ്ക് പഠിച്ചപ്പോ പറഞ്ഞു അല്ലെ. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് എടുക്കുമ്പോഴും അത് പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രോട്ടോകോൾസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ നിലവിലുള്ള നയങ്ങളോടൊപ്പം ചേർന്ന് പോകുന്ന രീതിയിൽ ഫാർമസിയുടെ പോളിസി പ്രൊസീജിയറുകളൊക്കെ ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക,
അതുപോലെ തന്നെ അത് നടപ്പിലാക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. കുറെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ബോറടിക്കുന്നുണ്ടാവും കേൾക്കുമ്പോ. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അടിസ്ഥാന സൗകര്യങ്ങളാണ് കേട്ടോ. ഒരു ഫാർമസിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തെ നോക്കി 10 പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ അതിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെ പഠിച്ചത്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് പഠിച്ചത് അല്ലെ. ഫാർമസിയിൽ നിങ്ങൾ നോക്കണം കേട്ടോ. ഫാർമസിക്ക് 2 ലൊക്കേഷൻ ആണ് പറയുന്നത്. ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും ഇതിന്റെ സ്ഥാനം ഫാർമസിയുടെ ലൊക്കേഷൻ. ഓക്കെ, അടുത്ത നോക്കിയേ. OP pharmacy should have a grand appearance and must have enough space the patients who should wait for medicines. OP pharmacy എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് ഫാർമസി ഉണ്ട്. അതായത് ഔട്ട് പേഷ്യൻസിന് എന്താ പറയാ മരുന്നുകൾ കൊടുക്കുന്ന ഫാർമസി ഉണ്ട്. അതുകൂടാതെ അവിടെ അഡ്മിറ്റഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുന്ന വാർഡ് ഫാർമസികൾ ഉണ്ടാക്കി. ഓരോ വാർഡുകളിലും ചെറിയ ചെറിയ ഫാർമസികൾ ഉണ്ടാവാറുണ്ട് വലിയ വലിയ ഹോസ്പിറ്റലില്. അതുകൊണ്ടാണ് OP ഫാർമസി ഉണ്ട്. ഔട്ട് പേഷ്യൻസിനായിട്ട് പ്രത്യേക മരുന്നുകൾ വിതരണം നടത്തുന്ന OP ഫാർമസി ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഫാർമസി. അപ്പൊ ഇത്തരം ഔട്ട് പേഷ്യന്റ് ഫാർമസിക്ക് എന്തുണ്ടായിരിക്കണം? ദാറ്റ് ഷുഡ് ഹാവ് എ ഗ്രാൻഡ് അപ്പിയറൻസ് ആൻഡ് മസ്റ്റ് ഹാവ് ഇനഫ് സ്പേസ് ദ പേഷ്യൻസ് ഹു ഷുഡ് വെയിറ്റ് ഫോർ മെഡിസിൻസ്. അതായത് ഇത്തരം OP ഫാർമസിയുടെ ലുക്ക് എങ്ങനെയായിരിക്കണം? നല്ലൊരു അപ്പിയറൻസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് വേറെ ഒന്നുമല്ല, അവിടെ മരുന്നുകൾ മേടിക്കാൻ വരുന്ന പേഷ്യൻസിന് അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ്, അത്യാവശ്യം വേണ്ട ഫിസിക്കൽ ഫെസിലിറ്റികളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആളുകൾക്കാണെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? OPD's waiting room should give a professional look. അതായത് നേരത്തെ ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വെയിറ്റിംഗ് റൂം, പ്രത്യേകിച്ച് ആ ഒരു ഔട്ട് പേഷ്യന്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റിന്റെ ആ വെയിറ്റിംഗ് റൂമിന് ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം. There should be educative posters on health and hygiene and literature for reading. അതുകൂടാതെ അവിടെ എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സുകളും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹൈജീനെ സംബന്ധിക്കുന്ന വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ അവിടെ വാളിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം കൂടുതൽ ആളുകൾ അവിടെ വെറുതെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മള് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ കാണുകയാണെങ്കിൽ അത് ആളുകളുടെ ഇടയിലേക്ക് നമുക്കൊരു എന്താണ് അവയർനെസ് കൊടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് there should be educative posters on health and hygiene and literature for reading. ആളുകൾക്ക് അത്യാവശ്യം വായിക്കാനും അതുപോലെ ഹെൽത്ത് ആൻഡ് ഹൈജീനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ നല്ല നല്ല വലിയ വലിയ ഹോസ്പിറ്റലിലെ ഫാർമസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, suitable space must be given for the regular manufacturing of stock solution, powders, ointments, etc. The manufacturing room should be near the pharmacy. അതുകൂടാതെ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക് സമീപമായിട്ട് അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. എന്തിനുള്ള സ്പേസ് ആണെന്നറിയോ? ഫോർ ദ റെഗുലർ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റോക്ക് സൊല്യൂഷൻ. സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് കേട്ടോ. നമ്മൾ ഈ മരുന്നുകൾ പ്രത്യേകിച്ച് മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കും മരുന്നുകൾ. അതിന് നമ്മൾ ആവശ്യാനുസരണം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ഒക്കെ ചെയ്ത് നമ്മൾ മരുന്നുകൾ മറ്റുമൊക്കെ മാനുഫാക്ചർ ചെയ്യും. അപ്പൊ അത്തരത്തില് നമുക്ക് ഇത്തരം സ്റ്റോക്ക് സൊല്യൂഷൻ മാനുഫാക്ചർ ചെയ്യാന് പൗഡർ, അതായത് ഈ പറയുന്ന മരുന്നുകളുടെ പൗഡർ, ഓയിന്റ്മെന്റുകൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം, അത്യാവശ്യം വേണ്ട ഒരു സ്പേസ് ഒരു ഫാർമസിയോടനുബന്ധിച്ച് ഉണ്ടായിരിക്കണം. എല്ലാ മരുന്നും നമ്മൾ സപ്ലൈസിന് വാങ്ങണമെന്നില്ല. ചില മരുന്നുകൾ ഹോസ്പിറ്റലിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം മാനുഫാക്ചറിങ്ങിന് മറ്റുമായിട്ട് അനുയോജ്യമായിട്ട് ഒരു സൂട്ടബിൾ സ്പേസ് ഫാർമസിയോടനുബന്ധിച്ച് ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. മാനുഫാക്ചറിംഗ് റൂം ഷുഡ് ബി നിയർ ദ ഫാർമസി. മാനുഫാക്ചറിംഗ് റൂം ഒരുപാട് ദൂരത്തല്ല കൊണ്ടുവെക്കേണ്ടത്, അത് ഫാർമസിയോട് ചേർന്ന് തന്നെ ആയിരിക്കണം മാനുഫാക്ചറിംഗ് റൂമിന്റെ സ്ഥാനം. പിന്നെന്താണ്? ഓഫീസ് ഓഫ് ദ ചീഫ് അല്ലെ. ചീഫ് മീൻസ് ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ചീഫിന് ഇരിക്കാനില്ല, ചീഫിനൊരു ഓഫീസ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ, ഈ മരുന്നുകൾ പാക്ക് ചെയ്യാനും ലേബൽ ചെയ്യാനുള്ള പ്രത്യേക ഏരിയകൾ ഉണ്ടായിരിക്കണം.
കോൾഡ് സ്റ്റോറേജ് ഏരിയ. അതുകൂടാതെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ടായിരുന്നു, നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ചില മരുന്നുകൾ പ്രത്യേകിച്ച് വാക്സിൻസ് അല്ലെങ്കിൽ ഇൻസുലിൻസ് പോലുള്ള സെറം, ഹോർമോൺസുകൾ, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ കോൾഡ് സ്റ്റോറേജിലാണ് സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, റിസർച്ച് വിങ് അല്ലെ. കാര്യം ഈ ഒരു മരുന്നുകളുടെ ഗവേഷണവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസർച്ച് വിങ്ങും കൂടെ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മാനുഫാക്ചർ ചെയ്യുന്ന മരുന്നുകളുടെ മറ്റു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനും അതിന്റെ കാര്യങ്ങളും അല്ലെ, ക്വാളിറ്റി കൺട്രോളും മറ്റുമൊക്കെ നടത്തുന്നതിനായിട്ട് ഒരു റിസർച്ച് വിങ്ങും ഫാർമസിയോട് അനുബന്ധിച്ചുണ്ടായിരിക്കണം. പിന്നെന്താണ്, ഫാർമസി സ്റ്റോർ റൂം അല്ലെ. ഫാർമസിയിലെ മരുന്നുകൾ അല്ലെ, നമ്മൾ മരുന്നുകൾ സ്റ്റോർ ചെയ്യാനുള്ള റൂം ഉണ്ടായിരിക്കണം. പിന്നെ ലൈബ്രറി അറിയാലോ, എന്ന് വെച്ചാൽ എന്തായാലും ഒരു റിസർച്ച് വിങ് അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ലൈബ്രറി ഉണ്ടാവും. ഈ മരുന്നുകളെ പറ്റിയുള്ള വിവരങ്ങളും മറ്റുമൊക്കെ നമുക്ക് നോക്കാനും റെഫർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള അത്തരം ലൈബ്രറി സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്ന പോയിന്റ് ഇതാണ്, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ കേട്ടോ. എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ? ഇത് നമുക്ക് പുതിയതല്ല. റേഡിയോ ഐസോട്ടോപ്പ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചിരുന്നു അല്ലെ. ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചില്ലേ ഡിപ്പാർട്ട്മെന്റിനകത്ത്? അവിടെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, റേഡിയോ ഐസോട്ടോപ്പുകൾ നമ്മൾ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ചിലതരം തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇത്തരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ സ്റ്റോർ ചെയ്യുന്നതും ഡിസ്പെൻസ് ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതിനുമായിട്ടുള്ള ഏരിയകൾ ഉണ്ടായിരിക്കണം. ഇപ്പോഴും എല്ലാവർക്കും സംശയമാണ്, എന്താണ് ഈ റേഡിയോ ഐസോട്ടോപ്പ് എന്നുള്ളത് ഒരു ഡൗട്ട് ആണ് അല്ലെ. അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, an unsteady form of a chemical element that releases radiation since it breaks down and becomes more stable. അണ്ടർലൈൻ ചെയ്യാട്ടോ, എന്താണ് പറയുന്നത്? an unsteady form of a chemical element that releases radiation since it breaks down and becomes more stable. അപ്പൊ എന്താണ് റേഡിയോ ഐസോട്ടോപ്പ്? അപ്പൊ ഏരിയയിൽ തന്നെ നമുക്ക് മനസ്സിലാവും, റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് അത് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്ന് പറഞ്ഞാല് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കെമിക്കൽ എലമെന്റ് ആണ്, ഒട്ടും സ്ഥിരതയില്ലാത്തൊരു കെമിക്കൽ എലമെന്റ് ആണ്. ഇത് റേഡിയേഷൻസിനെ പുറത്ത് വിട്ടുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ആവുന്നത്. മനസ്സിലായോ? ബ്രേക്ക് ഡൗൺ ആവുന്നതോടൊപ്പം അത് കുറെ കൂടി സ്റ്റേബിൾ ആവും. ശരിക്കും റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ എലമെന്റ് ആണ്, ഒട്ടും സ്ഥിരതയില്ലാത്തൊരു കെമിക്കൽ എലമെന്റ് ആണ്. അത് റേഡിയേഷൻസിനെ പുറപ്പെടുവിച്ചുകൊണ്ട് അല്ലെങ്കിൽ റേഡിയേഷൻസിനെ പുറത്ത് വിട്ടുകൊണ്ട് അത് ബ്രേക്ക് ഡൗൺ ആവാണ്. അതിങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കുറെ കൂടി സ്റ്റേബിൾ ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേബിൾ ആവണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം? റേഡിയേഷൻസിന് പുറത്തു വിടണം. ഇത്തരം റേഡിയേഷൻസ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ചികിത്സയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ന്യൂക്ലിയർ മെഡിസിനകത്ത് പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പൊ പറയുന്നത് അങ്ങനെയുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ നമ്മൾ മറ്റുള്ള മരുന്നുകൾ പോലെയല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് വളരെ സെക്യൂർ ആയിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പൊ അതിനുള്ള റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ ഉണ്ടായിരിക്കണം കേട്ടോ. നോക്കാം, ഇൻ മെഡിസിൻ they are used in imaging test and in treatment. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ന്യൂക്ലിയർ മെഡിസിനകത്ത് നമ്മൾ പറഞ്ഞത് ഇമേജിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചികിത്സയ്ക്കുമായിട്ട് നമ്മൾ ഈ തരം റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. All radioactive isotopes that should be installed in a secure are when they are not in use. അപ്പൊ എല്ലാ റേഡിയോ ഐസോട്ടോപ്പുകളും നമ്മൾ ഉപയോഗിക്കാത്ത സമയങ്ങളിൽ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റോർ ചെയ്തിരിക്കണം. ഓക്കെ, if they are stored in a laboratory, the lab must be locked when they are not in use. ഇനി നമ്മളിപ്പോ ഒരു ലാബിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ, ലബോറട്ടറിയിലാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ, നമ്മൾ ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ആ ലാബ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കണം അല്ലെ, നിർബന്ധമായിട്ട് ലോക്ക് ചെയ്തിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? ഇഫ് ദ ഐസോട്ടോപ്പ് ഈസ് സ്റ്റോർഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സ് ഓർ ഫ്രീസേഴ്സ് ഇൻ എ ലാബ് ഓർ എ ഹാർഡ്വെയർ, ദ റെഫ്രിജറേറ്റർ ഓർ ഫ്രീസർ മസ്റ്റ് ബി ലോക്ക്ഡ്. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഐസോട്ടോപ്പുകൾ ഒരു റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ ഫ്രീസറിലാണ് നമ്മൾ സൂക്ഷിക്കുന്നതെന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രീസർ നമ്മൾ എപ്പോഴും ലോക്ക് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ അത്ര അലക്ഷ്യമായിട്ടല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, വളരെ സെക്യൂർ ആയിട്ട് വളരെ സുരക്ഷിതമായിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇത്രയാണ് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിട്ട്? ഇത്രയും പോയിന്റുകൾ ഓക്കെ ആണോ? എളുപ്പമല്ലേ ഇതൊക്കെ? അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം കേട്ടോ. എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റിനെ പറ്റിയിട്ട് എന്താണ്? ഒരു ലാബിന് കേട്ടോ, ഫാർമസി. ഓക്കെ, ഫാർമസിയിൽ ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ് കേട്ടോ? Equipments needed
ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ള എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ്? നിങ്ങളൊന്നും നമ്മൾ എല്ലാവരും ഫാർമസി പോയിട്ടുള്ളതാണ് അല്ലെ? അറ്റ്ലീസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോകാത്ത ആളുകൾ ഉണ്ടായിരിക്കില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ഫാർമസിയിൽ മരുന്നുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ. അത് മാത്രം നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അത് തന്നെ അവിടെ പറയുന്നത് കേട്ടോ. എക്യുപ്മെന്റ്സ് നമുക്ക് നോക്കാം. എക്യുപ്മെന്റ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ കേസ് അല്ലെ? പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനായിട്ട് ഒരു ചെറിയൊരു കേസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മളിപ്പോ പ്രിന്റഡ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ആ ഒരു അവർ വാങ്ങിച്ച ആ കേസിനകത്ത് വെക്കും അല്ലെ? ഒരുപാട് പേഷ്യൻസ് ക്യൂ നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ ആ ഒരു ചെറിയൊരു ബോക്സ് പോലെ അതിനകത്താണ് വെക്കുന്നത് അല്ലെ? സോ പ്രിസ്ക്രിപ്ഷൻ കേസ് കേട്ടോ. പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനുള്ള ആ ഒരു ചെറിയ ആ ഒരു ബോക്സ് ആണ് ഉദ്ദേശിക്കുന്നത് പ്രിസ്ക്രിപ്ഷൻ കേസ്. പിന്നെ എന്താ പറയുന്നത്? ഡ്രഗ് സ്റ്റോക്ക് കവേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. അത് കൂടാതെ അവിടെ ഉള്ളിൽ നോക്കിയാൽ ഇവിടെ കുറച്ച് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഈ മരുന്നുകളൊക്കെ സ്റ്റോക്ക് എന്താ പറയാ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കവേർഡുകള്, അതുപോലെ തന്നെ ഷെൽഫുകള്, ഡ്രോയറുകള്, അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? പിന്നെന്താണ്? സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബേർഡ് സ്പേസ്, കബേർഡ് ബേസ് ഉള്ള സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്. അതായത് ഈ ഡ്രോയർ തന്നെ അതിന് തന്നെ പല സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുള്ള ഡ്രോയറുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോകില്ലേ? സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മളെല്ലാം സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ബില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? സെക്ഷണൽ അവര് ഇങ്ങനെ ചില്ലറ പൈസകളൊക്കെ വെച്ചിട്ടില്ലേ? അതൊക്കെ സെക്ഷണൽ ഡ്രോയറുകളാണ്. ₹1 കോയിനുകള്, 10ന്റെ കോയിൻസ്, 5ന്റെ കോയിൻസ്, നോട്ട്സ് ഒക്കെ മാത്രം വെക്കാനായിട്ട് സെപ്പറേറ്റ് കള്ളികളിൽ തിരിച്ച് കണ്ടിട്ടില്ലേ? നിങ്ങള് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? അതാണ് സെക്ഷണൽ ഡ്രോയിങ് കേട്ടോ. കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ. അത്തരത്തിലുള്ള സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അതിനകത്ത് ഓരോ ടൈപ്പ് മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ. ഇനി വരുന്നത് വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ് കേട്ടോ. ഇനി പറയുന്ന ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുന്നതിനുള്ള വർക്ക് ടേബിൾസ്, അവർക്ക് ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വർക്ക് ടേബിൾസ്, കൗണ്ടറുകൾ ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ് കേട്ടോ. എന്താണ് പറയുന്നത്? സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. അത്യാവശ്യം വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. കാരണം ചില മരുന്നുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷനിൽ നിന്നൊക്കെ എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ചില മരുന്നുകൾ പ്രിപ്പയർ ചെയ്തൊക്കെ നമുക്ക് തരും അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള കൈ വാഷ് ചെയ്യാനും മറ്റുള്ള യൂട്ടൻസിൽസ് ഒക്കെ വാഷ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, സിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെന്താണ്? ക്യാബിനറ്റ് ടു സ്റ്റോർ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് കേട്ടോ. എന്താണ്? ക്യാബിനറ്റ് ടു സ്റ്റോർ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്. മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിക്കുകയും ചതക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമില്ല. കുഞ്ഞാട്ടുകളിൽ പോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ ഉള്ളിയൊക്കെ ചതക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ മെഡിമിക്സിന്റെ പരസ്യത്തില് മെഡിമിക്സ് സോപ്പ് ഉണ്ടായിരുന്നില്ലേ? അതിന്റെ പരസ്യത്തിനായിട്ട് കണ്ടിട്ടില്ലേ? മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്, ഈ ഇടിക്കുന്ന ചതക്കുന്ന സംഭവം കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള മോർട്ടാർ, പ്രത്യേകിച്ച് ഈ മരുന്നുകളൊക്കെ നമുക്ക് ചിലത് ഇടിക്കാനൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? കവേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ കേട്ടോ. അറിയാലോ, അതായത് ഫാർമസിയിൽ ഉപയോഗിക്കുന്ന ഫ്ലാസ്ക്, ഫണല്, ബീക്കർ, ടെസ്റ്റ് ട്യൂബ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള കബേർഡുകൾ പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി. അത്യാവശ്യം റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ടായിരിക്കും. ചില മരുന്നുകൾ നമുക്ക് കോൾഡ് സ്റ്റോറേജ് ആയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഫ്രിജറേറ്ററുകളും ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. എന്താണ്? നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ് കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സുകളുണ്ട്, അതിന് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സുകളുണ്ട്. ബാർബിക്യൂറേറ്റ്സ് ഒക്കെ പോലെയുള്ള ചില നാർക്കോട്ടിക് ഡ്രഗ്സുകളുണ്ട്. ഈ അനസ്തേഷ്യ പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യുന്നതിനുള്ള സെപ്പറേറ്റ് എന്താ പറയാ ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കണം. സെപ്പറേറ്റ് ലോക്ക്ഡ് ആയിട്ടുള്ള ഡ്രോയറുകൾ ഉണ്ടായിരിക്കും. കാര്യം അവർക്കൊന്നും ആരും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത്രയും ലോക്ക്ഡ് ആയിട്ടുള്ള ഡ്രോയറുകൾ അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഈ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാ മരുന്നുകളും ഒരേ രീതിയിലല്ല സ്റ്റോർ ചെയ്യുന്നത്. ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെയല്ല നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത്. നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത് പോലെയല്ല ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത്. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പൊ അതിനായിട്ട് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയറുകളും മറ്റും ഉണ്ടായിരിക്കണം.
പിന്നെ പറയുന്നത് ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ് കേട്ടോ. ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. അതായത് ആ ഒരു ഫാർമസി സംബന്ധമായിട്ടുള്ള ഓഫീസ് വർക്കുകളും മറ്റുള്ള ഓഫീസ് ഡെസ്ക് ടെലിഫോൺ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. കാര്യം പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടെലിഫോൺ കണക്ഷൻസും മറ്റും ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് എന്നാണ് കേട്ടോ. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ് കേട്ടോ. നഴ്സസിനായിക്കോട്ടെ ഔട്ട് പേഷ്യൻസിനായിക്കോട്ടെ അവർക്കായിട്ട് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഡിസ്പെൻസിങ് വിൻഡോകൾ. അതായത് വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ഔട്ട് പേഷ്യൻസിന് മരുന്നുകൾ വിതരണം ചെയ്യാനും ഇനി ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാകുമല്ലോ, അവർക്ക് വേണ്ട മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഡിസ്പെൻസിങ് വിൻഡോ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അവർക്ക് ഒരേ വിൻഡോയിലൂടെ അല്ല കൊടുക്കുന്നത്. കാരണം ചിലപ്പോ ഇൻപേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് എമർജൻസിയിലൊക്കെ മരുന്നുകൾ കൊടുത്തു വിടുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കായിട്ട് സെപ്പറേറ്റ് വിൻഡോ സൗകര്യങ്ങൾ ഡിസ്പെൻസിങ് വിൻഡോ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിക്കാമോ? ഒരു 1 or 2 minutes എടുത്തിട്ട് നമ്മള് ഇൻഫ്രാസ്ട്രക്ചർ തൊട്ട് പറഞ്ഞില്ലേ, അതൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഒന്ന് ജസ്റ്റ് വായിക്കേ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫാർമസി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അവർക്കറിയാം ഒരു ഫാർമസി ഹാൻഡിൽ ചെയ്യുന്നത് ഫാർമസിസ്റ്റ് ആണ്. പിന്നെ ഒരു ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, ഒരു ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഒരു ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ഫാർമസി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആവാം, ഫസ്റ്റ് ഫ്ലോർ ആവാം കേട്ടോ. അപ്പൊ ഓപ്ഷൻ അകത്ത് 2 തന്നിട്ടുണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ബിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണും കേട്ടോ. അപ്പൊ രണ്ടും അതിനകത്ത് പറ്റും കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫാർമസിയുടെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ നിങ്ങൾ ഓർക്കാം റേഡിയോ ഐസോട്ടോപ്പ്. അതെപ്പോഴും എല്ലാവർക്കും ഒരു സംശയം, എന്താണ് ഈ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞത്? റേഡിയോ ഐസോട്ടോപ്പ് പേരിൽ തന്നെ ഉണ്ട്, റേഡിയേഷൻസിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരം മെറ്റീരിയൽസ് ആണ് അല്ലെ. അതെന്ന് പറഞ്ഞാല് അൺസ്റ്റേബിൾ ആയിട്ടുള്ള കെമിക്കൽ എലിമെന്റ് ആണ് കേട്ടോ. ഒട്ടും സ്ഥിരതയില്ലാത്തൊരു കെമിക്കൽ എലിമെന്റ് ആണ്. അതെങ്ങനെ സ്ഥിരതയാവുന്നത്, അതെങ്ങനെ സ്റ്റേബിൾ ആവുന്നത്? പുറത്തോട്ട് റേഡിയേഷൻസിന് കൊടുത്തിട്ടാണ് അത് ബ്രേക്ക് ഡൗൺ ചെയ്തത്, കുറെ സ്റ്റേബിൾ ആവുന്നത് കേട്ടോ. ഓക്കെ, അതിനെയാണ് നമ്മൾ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. ന്യൂക്ലിയർ മെഡിസിനകത്ത് ഇമേജിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റിന് നമ്മൾ റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. സ്റ്റാഫിംഗ് ആണ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫാർമസിയിൽ സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുന്നു കേട്ടോ. There should be drug and therapeutic committee for the advice and decision making. സൂചിപ്പിച്ചിരുന്നു അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റും കൊടുക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റി ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചുരുക്കി DTC എന്നൊക്കെ പറയാം കേട്ടോ. DTC എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റി ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. എന്താണ് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അത് ആ ഒരു ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ക്ലിയർ ആയോ? The number of pharmacists required in a hospital that depends upon the
ബെഡ് സ്ട്രെങ്ത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്തിന് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണമെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ഒരു കോളം ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് ബെഡ് സ്ട്രെങ്ത് അതിനനുസരിച്ച് എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ് ടു 50 ബെഡ്സ് 50 ബെഡുകൾ വരെയുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇരിക്കുന്നത്. എത്ര ഫാർമസിസ്റ്റുകൾ അവിടെ ആവശ്യം വരും? 3 പേര് ഉണ്ടായിരിക്കും. ഓക്കെ, അപ് ടു 50 ബെഡ്സ് ആണെങ്കിൽ 3 പേര് കേട്ടോ, 3 പേരാണ്. അപ് ടു 100 ബെഡ്സ് 100 വരെ ബെഡ്, അത്രയും 100ഓളം ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ 500. എത്ര ഫാർമസിസ്റ്റ് ആണ്? 5 കേട്ടോ. 50 ആണെങ്കിൽ 3 ഫാർമസിസ്റ്റ്, 100 ആണെങ്കിൽ 5 കേട്ടോ, 100 ആണെങ്കിൽ 5. പിന്നെ അപ് ടു 200 ബെഡ്സ് 200 ബെഡുകൾ വരെ ഉണ്ടെങ്കിൽ 8 കേട്ടോ. ഫാർമസിസ്റ്റുകൾ എത്ര എണ്ണം വേണം? 8 എണ്ണം വേണം കേട്ടോ. പിന്നെ അപ് ടു 300 ബെഡ്സ് 300 വരെയാണെങ്കിൽ 10 ഫാർമസിസ്റ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ് ടു 500 ബെഡ്സ് ആണെങ്കിൽ 15 ഫാർമസിസ്റ്റ് ആണ് റിക്വയർഡ് കേട്ടോ. ക്ലിയർ ആയോ? അപ്പൊ അപ് ടു 50 ബെഡ്സ് ആണെങ്കിൽ എത്രയാണ്? എത്രയായിരുന്നു? 3. ഓക്കെ, അപ് ടു 100 ബെഡ്സ് ആണെങ്കിൽ 5, അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ 8 ഫാർമസിസ്റ്റ്, അപ് ടു 300 ബെഡ്സ് ആണെങ്കിൽ 10, അപ് ടു 15 ബെഡ്സ് ആണെങ്കിൽ 15. ഓക്കെ, 500 ബെഡ്സ് ആണെങ്കിൽ 15 ഫാർമസിസ്റ്റ് ആണ് ആവശ്യം. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ബെഡ് സ്ട്രെങ്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതൊരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഇതിന് ചോദിക്കാനുണ്ട്, രണ്ട് രീതിയിലും ചോദിക്കാം കേട്ടോ. ബെഡ് സ്ട്രെങ്ത് തന്നിട്ട് എത്ര ഫാർമസിസ്റ്റുകളെയാണ് ആവശ്യം, അല്ലെങ്കിൽ തിരിച്ചിങ്ങനെയും ചോദിക്കാം. ഫാർമസിസ്റ്റുകളുടെ എണ്ണം തന്നിട്ട് എത്ര ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അങ്ങനെയും ചോദിക്കാം. 2 രീതിയിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലോ ചാർട്ട് കേട്ടോ. ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫ്ലോ ചാർട്ട് ഫോർ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മള് ബ്ലഡ് ബാങ്കിനകത്ത് ഓർഗാനോഗ്രാം പഠിച്ചില്ലേ, എന്നതുപോലെ ഒരു ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. അത് നിങ്ങൾ അതിന്റെ ഓർഡർ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. നോക്കാം, ഒന്നാമത് ഏറ്റവും ടോപ്പിൽ ആരാ വരുന്നത്? ഡയറക്ടർ ആണ് വരുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പിൽ ഡയറക്ടർ ആണ്. ഡയറക്ടറിന്റെ കീഴിലായിട്ട് വരുന്നതാണ് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്. എന്താണ് പറയുന്നത്? സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. അപ്പൊ ഏറ്റവും ടോപ്പിൽ ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് വരുന്നത്? സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ എന്ത് പറയാം? ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹീസ് എ സീനിയർ ഫാർമസിസ്റ്റ് ഹു മാനേജസ് ദ എൻറ്റയർ ഫാർമസി. മൊത്തം ഫാർമസിനെ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? ചീഫ് ഫാർമസിസ്റ്റ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താ നോക്കിയേ? എംഫാം ആണ് യോഗ്യത കേട്ടോ. മാസ്റ്റർ ഓഫ് ഫാർമസി എംഫാം ആണ് യോഗ്യത കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ഫാർമസി കേട്ടോ. എംഫാം ആണ് യോഗ്യത. കാര്യം അദ്ദേഹം ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആള് തന്നെയാണ്. അദ്ദേഹമാണ് ആ ഒരു ഫാർമസിനെ മൊത്തം മാനേജ് ചെയ്യുന്നത്. സോ ക്വാളിഫിക്കേഷൻ കൂടുതലായിരിക്കും അല്ലെ. എംഫാം ആണ് ക്വാളിഫിക്കേഷൻ കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിലായിട്ട് 4 വിഭാഗം ഫാർമസിസ്റ്റുകളാണ് വരുന്നത്. ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിലായിട്ട് 4 വിഭാഗം ഫാർമസിസ്റ്റുകളാണ് വരുന്നത്. ഒന്നാമത്തെ നോക്കിയേ, ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഫാർമസിസ്റ്റ് എവിടേക്കുള്ളതാണ്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫാർമസിസ്റ്റ്. അതിന്റെ യോഗ്യത പറയുന്നത് ബിഫാം ആണ് കേട്ടോ. അതായത് ബിഫാം ആണ് കേട്ടോ. ബിഫാം യോഗ്യതയാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഫാർമസിസ്റ്റ് വേണം. അവരുടെ യോഗ്യത ബിഫാം ആണ്, ബാച്ചുലർ ഓഫ് ഫാർമസി ആണ് കേട്ടോ. അടുത്തത് ഫാർമസിസ്റ്റ്, അത് വന്നിട്ട് മെഡിക്കൽ സ്റ്റോർ കേട്ടോ. മെഡിക്കൽ സ്റ്റോർ, ഓക്കെ, മരുന്നുകൾ സൂക്ഷിച്ചു വെക്കുന്ന ഭാഗത്ത് അവിടെ ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത് വരുന്നത് 2 ഫാർമസിസ്റ്റ് കേട്ടോ. 2 ഫാർമസിസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്പെൻസിങ്ങിനാണ് കേട്ടോ, വിതരണത്തിനാണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബിഫാം ഓർ ഡിഫാം ആണ് കേട്ടോ. ബിഫാം ഓർ ഡിഫാം, ഒന്നില്ലെങ്കിൽ ബാച്ചുലർ ഓഫ് ഫാർമസി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് വരുന്നത്. അതിന്റെ എന്ത് തന്നെയാണ്? ഡിസ്പെൻസിങ് തന്നെയാണ് കേട്ടോ, വിതരണത്തിനായിട്ട്. പിന്നെ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആണ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ പറഞ്ഞല്ലോ ക്വാളിറ്റി കൺട്രോളിനായിട്ട് ഒരു ഫാർമസിസ്റ്റ് വേണം.
അവരുടെ യോഗ്യത എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എംഫാം ആണ് യോഗ്യത വരിക. എന്താണ് വരെ? എംഫാം, പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഓക്കെ, അത് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ തൊട്ട് കീഴിൽ വരുന്നത് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ചീഫ് ആണ് അല്ലെ, അദ്ദേഹം ഇന്ത്യയിൽ ഫാർമസി മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എംഫാം ആണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫാർമസി, എംഫാം ആണ് കേട്ടോ. അവരുടെ കീഴിലായിട്ട് 4 വിഭാഗം ഫാർമസിസ്റ്റുകൾ ഉണ്ട്. ഒന്നാമത്തെ ഫാർമസിസ്റ്റുകൾ എവിടെയാ? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന് യോഗ്യത പറയുന്നത് ബിഫാം ആണ് യോഗ്യത പറയുന്നത് കേട്ടോ. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റുകൾ, അവർക്കും ബിഫാം അല്ലെങ്കിൽ ഡിഫാം തന്നെയാണ്. ക്വാളിഫിക്കേഷൻ എഴുതിയിട്ടില്ല, പക്ഷെ അത് തന്നെയാണ് അവരുടെ വരുന്നത് കേട്ടോ. പിന്നെ 2 ഫാർമസിസ്റ്റ് ഫോർ ഡിസ്പെൻസിങ്, മരുന്ന് വിതരണത്തിന്. മരുന്ന് വിതരണം ഡിസ്പെൻസിങ്, അത് ബിഫാം അല്ലെങ്കിൽ ഡിഫാം. പിന്നെ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാളിഫിക്കേഷനുകൾ കൂടുതൽ വേണമെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ എംഫാം യോഗ്യതയാണ് കേട്ടോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. നമ്മൾ ഈ ഫ്ലോ ചാർട്ട് വായിച്ചപ്പോ ഇവിടെ പറഞ്ഞു ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, മരുന്ന് വിതരണം എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു ഡിസ്പെൻസിങ്, അത് വിതരണം തന്നെയാണ്. അപ്പൊ രണ്ടും സെയിം അല്ലേ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മരുന്ന് വിതരണം തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ മരുന്ന് വിതരണം ചെയ്തത് എൻറ്റയർ ഹോസ്പിറ്റലിലാണ്. എന്ന് പറഞ്ഞാൽ ആ മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റലില് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഫാർമസിസ്റ്റ് ആണ് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഫാർമസിസ്റ്റ്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞില്ല, അവര് ഡ്രഗ് ദാറ്റ് ഈസ് ഡെലിവേർഡ് ടു ദ എൻറ്റയർ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ മരുന്നുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫാർമസിസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മുഴുവനും ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുന്നതാണ് ഈ ഫാർമസിസ്റ്റ്. ഇവിടെ നമ്മൾ മൂന്നാമത് പറഞ്ഞ ഡിസ്പെൻസിങ് ഉണ്ടല്ലോ, അത് വിതരണം തന്നെയാണ്. അതെന്ന് പറയുമ്പോൾ ഡ്രഗ് ഈസ് ഡെലിവേർഡ് ടു ദ പേഷ്യൻസ്. നമ്മൾ ഫാർമസിയുടെ മുമ്പിൽ പോകുമ്പോൾ പേഷ്യൻസിന് മരുന്നുകളുടെ വിതരണം, പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്ന് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഫാർമസിസ്റ്റ് കേട്ടോ. അപ്പൊ ഡിസ്പെൻസിങ്ങും ഡിസ്ട്രിബ്യൂഷനും സെയിം ആണ്. പിന്നെ എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് തോന്നാം കേട്ടോ. അതുകൊണ്ട് പറഞ്ഞിരുന്നു. ക്ലിയർ ആണോ ഫ്ലോ ചാർട്ട്? ഓക്കെ ആണോ? പിന്നെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ചാല് ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ ചീഫാണ്. അപ്പൊ അവർക്ക് ക്വാളിഫിക്കേഷൻ കൂടുതലായിരിക്കും. അപ്പൊ എംഫാം യോഗ്യത ഉണ്ടാവണം. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ, അതും അത്യാവശ്യം കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ക്വാളിറ്റി കൺട്രോളിന് കേൾക്കുമ്പോഴും അവിടെ എംഫാം യോഗ്യതയാണ് വേണ്ടത്. ബാക്കിയുള്ളതിന് ഒന്നില്ലെങ്കിൽ ബാച്ചുലർ ഓഫ് ഫാർമസി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അതെ കേട്ടോ, അന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ ഓർക്കാം കേട്ടോ. പിന്നെ ആ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ബെഡ് സ്ട്രെങ്ത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആ ടാബുലർ കോളം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ ഫ്ലോ ചാർട്ടിന്റെ ആ ഒരു ഓർഡർ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റുഡി മിസ് ക്ലിയർ ചെയ്തുകൊണ്ടാണ് മിസ്സിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ക്ലിയർ ചെയ്തു കേട്ടോ. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാവരും സേഫ് ആയിട്ട്. ഓക്കെ ഓക്കെ, ശരി. Thank you, Miss. ഓക്കെ, താങ്ക് യു.